നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മളെല്ലാവരും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ എല്ലാവരും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള വാട്സപ്പിനെ കുറിച്ച് തന്നെ ആവട്ടെ. അതിലെ ചില പരിമിതികളും ചില പ്രശ്നങ്ങളും നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും സംഭവിക്കാവുന്ന പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. സിം കാർഡ് മാറ്റുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും അഥവാ സിം കാർഡ് കട്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സിം കാർഡ് കട്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കട്ടാകുന്നു. റീചാർജ് ചെയ്യാതെ 2-3 മാസമോ റീചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ തീർച്ചയായും കട്ടായി പോകും. ഫോൺ നമ്പർ കട്ടായാലും വാട്സപ്പ് ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പ്രശ്നമില്ല, ഫോൺ നമ്പർ പോയെങ്കിൽ പോട്ടെ, വാട്സപ്പ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് കുറച്ചു കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു പ്രശ്നം അവിടെ വരും. ഈ കട്ടായ നമ്പർ ടെലികോം കമ്പനികൾ അടുത്ത ആളിന് വിൽക്കും. അടുത്ത ആളിന് വിൽക്കുമ്പോൾ അയാൾ എന്തായാലും വാട്സപ്പ് ഉപയോഗിക്കുമല്ലോ. മറ്റുള്ള ആപ്പുകൾ പോട്ടെ, അത് തൽക്കാലം അവിടെ വയ്ക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. തൽക്കാലം ഈ പോപ്പുലർ ആയിട്ടുള്ള ഈ വാട്സപ്പിനെ കുറിച്ച് തന്നെ പറയാം. അപ്പൊ ഈ നമ്പർ കട്ടായാൽ വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ആളിന്റെ കയ്യിൽ ആ നമ്പർ എത്തിച്ചേരുമ്പോൾ അയാളവിടെ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കും. പക്ഷേ OTP പോകുന്നത് നേരത്തെ വാട്സപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കായിരിക്കും. നമുക്കവിടെ വാട്സാപ്പിൽ ഉപയോഗിക്കാൻ OTP കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടും. അതിനെക്കുറിച്ച് എന്താണ് ടെലികോം കമ്പനികൾക്ക് ചെയ്യാനുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ റദ്ദാക്കിയ വാട്സാപ്പ് നമ്പർ പുതിയ ഉപഭോക്താവിന് നൽകിയാലും വാട്സാപ്പ് ഉപയോഗം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഒരിക്കൽ വാട്സാപ്പ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടെലികോം കമ്പനി കട്ടാക്കിയാലും വാട്സാപ്പ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ബിസിനസ് വാട്സപ്പാണ് ഉപയോഗിക്കുന്നത്. സാധാ വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സിം കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു സിം കാർഡ് എടുത്തപ്പോൾ അവർ പറഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും ഇത് ആക്ടിവേറ്റ് ആകും. ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണോ നമുക്ക് ആ സിമ്മിൽ ചെയ്യാവുന്നത് അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് സിം കാർഡ് ആക്ടിവേറ്റ് ആയി. ഞാൻ വാട്സപ്പാണ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോഴാണ് വാട്സപ്പ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്താണെന്ന് നോക്കുമ്പോൾ വാട്സപ്പ് ഓൾറെഡി അതിനകത്ത് ആക്റ്റീവാണ്. എന്തായി എന്നത് പുതിയ സിം കാർഡ് നമ്മൾ എടുത്തു, അതിൽ വാട്സപ്പ് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ ഓൾറെഡി ആക്റ്റീവാണ് വാട്സപ്പ്. എന്താണ് അതിന്റെ പ്രശ്നം? വീണ്ടും ഈ വാട്സപ്പ് വരുമോ എന്നറിയാൻ വേണ്ടി വീണ്ടും ഞാൻ OTP സെൻഡ് ചെയ്ത് നോക്കി. OTP പോകുന്നത് മറ്റവർക്കാണ്, ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കാണ് ഈ OTP പോകുന്നത്. നമുക്കപ്പോഴും അത് ആക്ടിവേറ്റ് ആക്കാൻ സാധിക്കുന്നില്ലല്ലോ. നമ്മുടെ ആധാർ കാർഡ് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തെടുത്ത സിം കാർഡിൽ അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ആ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്പറിൽ ഞാനൊന്ന് വിളിച്ചു നോക്കിയപ്പോൾ എന്തായാലും അവർ ഫോൺ എടുത്തു. അപ്പോൾ ഒരു സ്ത്രീയാണ് എടുത്തത്. അവർ ഹസ്ബൻഡിലേക്ക് കൊടുത്തു. ഹസ്ബൻഡ് സംസാരിച്ചു. ഞങ്ങൾ വളരെ കാലമായി ഈ നമ്പർ ഈ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, തൽക്കാലം ഈ നമ്പർ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ജിയോ കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കുകയോ ചെയ്യണം. അവിടെ സറണ്ടർ ചെയ്താൽ ഞങ്ങളുടെ പേരിലേക്ക് ആ നമ്പർ മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്ത് ചെയ്തു, ഞാൻ എന്തായാലും മുടക്കുണ്ടാക്കിയ വാട്സപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് അതിനുള്ള തീരുമാനമില്ലാത്തതുകൊണ്ട് ഞാൻ ജിയോയുടെ കമ്പനിയിലേക്ക് ആ നമ്പർ തിരിച്ചു കൊടുത്തു. അവർ വേറൊരു നമ്പർ എനിക്ക് ഇഷ്യൂ ചെയ്തു തന്നു. അതും എൻ്റെ ആധാർ കൊടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ആ സിം കാർഡും എനിക്ക് തരുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ റിട്ടേൺ ചെയ്ത ആ സിം കാർഡും എൻ്റെ ആധാർ കൊടുത്തിട്ടാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ നമ്പറിലും ഞാൻ വാട്സപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിലും വാട്സപ്പ് രജിസ്റ്റേർഡ് ആണ്, ഓൾറെഡി ആരോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പോ എനിക്ക് ഇഷ്യൂ ചെയ്ത ഈ 2 നമ്പറും എൻ്റെ ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞ് എനിക്ക് തന്ന നമ്പറാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഈ 2 നമ്പറിലും വാട്സപ്പ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. ഇപ്പം നിലവിൽ 2 വാട്സപ്പും എൻ്റെ പേരിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ
ശ്രദ്ധയില്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും തെറി വിളിച്ചാൽ, അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും ബാങ്ക് ഇടപാടുകളോ അതും ഇതും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, വാട്സപ്പിന്റെ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ ആധാർ വെച്ചിട്ടാണ്. എന്ത് ചെയ്യും? നമ്മൾ ആ പ്രശ്നങ്ങളിൽ 100% പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലെയാണ് ഓരോരുത്തരും പെടും എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ആ അനുഭവം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോന്നിനെ കുറിച്ചും മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനെതിരെ നമ്മുടെ ടെലികോം കമ്പനികൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. ചിലപ്പോൾ ഇനി കട്ടായി പോയ നമ്മുടെ പഴയ നമ്പറുകളിലും ആരെങ്കിലും ഒക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാവുമോ? നമ്മളാണെന്ന് പറഞ്ഞ് പലരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യും, പണങ്ങൾ ആവശ്യപ്പെടും, വാങ്ങും, ഉപയോഗിക്കും. നമ്മളാണെന്നായിരിക്കും ഈ കിട്ടുന്ന ആളിന്റെ, ചാറ്റ് ചെയ്യപ്പെടുന്ന ആളിന്റെ ഉദ്ദേശം. എന്ത് ചെയ്യാം? ഇതെല്ലാം നമുക്ക് നിർത്തണ്ടേ? നമ്മളെ കൊണ്ട് പക്ഷെ നിർത്താൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ടെലികോം കമ്പനികൾ വിചാരിക്കണ്ടേ? പക്ഷെ അതിനുള്ള ഒരു പരിഹാരവും നമുക്കൊന്ന് നോക്കണം. അത് ഞാൻ ലാസ്റ്റ് പറയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ ചെയ്ത് എടുത്തിരിക്കുന്ന നമ്പർ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതെ 2-3 തവണ റീചാർജ് ചെയ്തില്ലെങ്കിൽ കട്ടാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പണ്ടത്തെ പോലെ ആയുഷ്കാലം അതൊന്നുമില്ല. അങ്ങനെ കട്ടാവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറുകൾ ഉടൻ തന്നെ ടെലികോം കമ്പനികൾ 2-3 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അയാൾ ഇത് ഉപയോഗിച്ച് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പേരിലായിരിക്കും ആ വാട്സപ്പ്. ചിലപ്പോൾ നമ്മൾ വാട്സപ്പും മറ്റു നമ്പറിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. എന്നാലും അയാൾക്ക് ഈ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ പല ആപ്പുകളും ഈ നമ്പറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഗൂഗിൾ പേ വരെ അങ്ങനെയാവും, അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെയാവും, ചില ബാങ്കിങ് ആപ്പുകൾ അങ്ങനെയാവും, പിന്നെ അതുപോലുള്ള പല പല തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ അങ്ങനെ ആവാം. നമ്മുടെ ആ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാവാം. പക്ഷെ നമ്പർ നഷ്ടപ്പെട്ടു, നമ്മൾ ആ നമ്പർ എടുത്തില്ല, ആ നമ്പർ മറ്റൊരാൾക്ക് ഇഷ്യൂ ചെയ്തു. നമ്മുടെ സകല വിവരങ്ങളും അയാൾക്ക് കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. ചില ആളുകള് സിം കാർഡ് എടുത്തു, അത് എല്ലാ ആപ്പുകളിലും രജിസ്റ്റർ ചെയ്തു, എല്ലാ ആപ്പുകളും ഓപ്പൺ ചെയ്തു, വാട്സപ്പ് ഉൾപ്പെടെ എല്ലാ ആപ്പുകളും ഓപ്പൺ ചെയ്തു, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സിം കാർഡ് റീചാർജ് ചെയ്യില്ല, സിം കാർഡ് അവിടെ കട്ടാവും. പക്ഷേ വാട്സപ്പും മറ്റു ആപ്പുകളും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ നമ്പറിൽ OTP മൊബൈൽ നമ്പറിൽ വരാത്ത മറ്റെല്ലാ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ആപ്പുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക്. അതിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. ഇതിൽ വാട്സപ്പാണ് ഏറ്റവും പോപ്പുലറായ ആപ്പ് എന്ന് പറയുന്നത്, എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്പ്. ഈ വാട്സപ്പ് ആപ്പുകളല്ലാതെ ചിലപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കുന്ന ചില തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല. പലതരത്തിലുള്ള ആപ്പുകളും നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതെല്ലാം ഈ പോയ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓർക്കണം. അപ്പോൾ ഈ വാട്സപ്പ് ഉൾപ്പെടെ എല്ലാ ആപ്പുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ നമ്പറാണെങ്കിൽ ഈ നമ്പർ ഉപേക്ഷിക്കപ്പെട്ടാൽ ഈ നമ്പർ പിന്നീട് എടുക്കുന്ന വ്യക്തിക്കായിരിക്കും ഈ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആപ്പുകളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കൃത്യമായി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ 2 നമ്പർ എടുത്തു. ആ 2 നമ്പറിലും വാട്സപ്പ് ഉപയോഗിക്കുന്നത് മറ്റു 2 പേരാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുകയാണ്. പക്ഷെ വാട്സപ്പും അതുപോലുള്ള മറ്റു പോപ്പുലർ ആയിട്ടുള്ള ആപ്പുകളും ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ നമ്പറിലാണ് അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുമാണ്. സീരിയസായ വിഷയം തന്നെയാണ്, നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ പലതും അങ്ങോട്ട് പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന ആപ്പിലൂടെ അവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ റോങ് ആയി ചെയ്താൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ടെലികോം കമ്പനിക്കായിരിക്കും. അതായത് ടെലികോം കമ്പനികൾ എന്ന് പറയുന്നത് അവരുടെ ഒരു സർവീസ് റദ്ദ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ആപ്പുകളിലുള്ള രജിസ്ട്രേഷൻ ഒന്നും അവർ എടുത്തു മാറ്റുന്നില്ല. അത് രജിസ്റ്റേർഡ് ആയി അവിടെ തന്നെ കിടക്കും എന്നുള്ളതാണ്. ഒരാൾക്ക് നമ്പർ ഇഷ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ വിളിക്കാനുള്ള അധികാരം മാത്രമാണ് മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകളും അവിടെ തന്നെ കിടക്കും, തുടരും എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും കഴിയും എന്നുള്ളതാണ്
ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയല്ലേ? ഇത് ചെയ്യേണ്ടപ്പോൾ ആരാണ് ഇത് ചെയ്യേണ്ടത്? ടെലികോം കമ്പനികൾ തന്നെയല്ലേ ചെയ്യേണ്ടത്? ഫോൺ വിളിക്കാനുള്ള അധികാരം മാത്രം നമുക്ക് തന്നാൽ മതിയോ? മറ്റുള്ളതും നമുക്ക് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഈ നമ്പറിൽ മറ്റുള്ളവർ ആപ്പുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബാധിക്കില്ലേ അത്? അതൊക്കെ ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ? ഇങ്ങനെ ഈ ടെലികോം കമ്പനികൾ നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സർവീസ് റദ്ദാക്കിയ നമ്പറുകൾ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ മറ്റുള്ളവർക്ക് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ടെലികോം കമ്പനികൾ. അപ്പോൾ ഈ ടെലികോം കമ്പനികൾ ഈ നമ്പറിലുള്ള കോൾ മാത്രമാണ് അവർ റദ്ദ് ചെയ്യപ്പെടുന്നത്. മറ്റുള്ള അനുബന്ധ ആപ്പുകളുടെ സർവീസുകളൊന്നും തന്നെ ടെലികോം കമ്പനികളെ കൊണ്ട് റദ്ദ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു പുതിയ സിം കാർഡ് എടുത്താൽ അത് മുൻപ് മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടിരുന്നുകൊണ്ടിരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മുൻപ് ഉപയോഗിച്ചിട്ടിരുന്നിട്ട് അത് കട്ടായിട്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റീചാർജ് ചെയ്യാതെയോ അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ സാധാരണയായി കണ്ടുവരുന്നത് ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു നമ്പർ എടുക്കും, അതിൽ വാട്സപ്പും മറ്റുള്ള എല്ലാം ചാലു ആക്കും. അവർ തിരികെ പോകുമ്പോൾ അത് കൊണ്ടുപോകും, പക്ഷെ അത് റീചാർജ് ചെയ്യാതെ കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അത് കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഉപേക്ഷിക്കും, അത് റീചാർജ് ചെയ്യാതെ അത് കട്ടായി പോകും. തിരിച്ചു വരുമ്പോൾ റീചാർജ് ചെയ്യാം എന്ന് പറഞ്ഞൊക്കെയാണ് പലരും വിദേശത്തേക്കൊക്കെ പോകുന്നത്. പക്ഷെ ഇത് 2-3 പ്രാവശ്യം റീചാർജ് ചെയ്തില്ലെങ്കിൽ ഈ സിം കാർഡ് കട്ടാവും എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അഥവാ അറിയാമെങ്കിലും അവരത് ചെയ്യുന്നില്ല. അത് കാരണം ആ വാട്സപ്പും മറ്റുള്ള സംഭവങ്ങളും എല്ലാം തന്നെ അവിടെ ഓണായിരിക്കും, അവരത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഈ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. കാരണം ഇപ്പോഴുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ, ഓൺലൈൻ തട്ടിപ്പുകൾ മുഴുവൻ ഈ വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും അതുപോലുള്ള ഈ സോഷ്യൽ മീഡിയകളിലൂടെയാണ് നടന്നു വരുന്നതെന്നുള്ളത് കൃത്യമായി നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മൾ വാങ്ങുന്ന ഈ സിം കാർഡുകൾ ടെലികോം കമ്പനികൾ നമുക്ക് തരുന്നത് കോൾ ചെയ്യാനുള്ള ആ ഒരു സർവീസ് മാത്രമാണ്. ബാക്കിയുള്ളതിനൊന്നും അവർ ഉത്തരവാദികളല്ല. ഇനി നമ്മൾ അതുപോലെ ആ സിം കാർഡ് വാങ്ങിയാൽ അതിൽ മറ്റുള്ളവരാരെങ്കിലും വാട്സാപ്പും പോലുള്ള സോഷ്യൽ ആപ്പുകളോ അല്ലെങ്കിൽ വാട്സപ്പ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവരോട് വിളിച്ച് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പറ്റിയ മാർഗം. ഇപ്പോൾ ഈ സിം കാർഡ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്, ഞാൻ വാങ്ങിയിരിക്കുകയാണ്, ദയവായി നിങ്ങൾ വാട്സപ്പ് ഉപയോഗം നിർത്തണം എന്ന് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. സ്വാഭാവികമായും അവർ പലരും അത് അനുസരിക്കും. അനുസരിച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിലൊരു വസ്തുനിഷ്ഠമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മുൻപ് ഉപയോഗിച്ചിരുന്നവർ ഈ നമ്പർ മുമ്പ് ഉപയോഗിച്ചിരുന്ന പല പല തരത്തിലുള്ള ബാങ്കിങ് ആപ്പുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. പലതരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ടും ഇത് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. പലതരത്തിലുള്ള നിയമലംഘനങ്ങളും നടത്തിയിട്ടുണ്ടാവാം. അതിന്റെ എല്ലാം പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ അത് വരുന്നതും നമ്മുടെ ഈ നമ്പർ രണ്ടാമതെടുക്കുന്ന ആളിന് മാത്രമായിരിക്കും അതിന്റെ എല്ലാം ഉത്തരവാദിത്തം. കാരണം നമ്മുടെ ആധാർ കൊടുത്താണല്ലോ അതിൽ വെരിഫൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ആ വ്യക്തി ട്രാഫിക് ലംഘനത്തിൽ ഒരു 10,000 രൂപ അടയ്ക്കാനുണ്ടായിരുന്നെങ്കിലും നമ്മുടെ പേർക്കാണ് അത് വരുന്നത്. ആരാണ് ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത് അവർക്ക് ആ ഫൈൻ അടയ്ക്കാനുള്ള സൗകര്യം വരികയുള്ളൂ. അപ്പം അനങ്ങാതെ കൊണ്ടുപോയി അടയ്ക്കാൻ പറ്റുമോ നമുക്ക്? പിന്നെ അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തുക. ടെലിഫോൺ കമ്പനിയെ സമീപിക്കണം, ഈ നമ്പർ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടി വരും. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം നമുക്ക് മാത്രമായിരിക്കും. ടെലികോം കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. നമ്മൾ നമ്പർ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ വാട്സപ്പോ അതുപോലുള്ള മറ്റുള്ള ബാങ്കിങ് ആപ്പുകളോ ഒക്കെ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരായിരിക്കും. ചിലപ്പോൾ ഉപയോഗിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം, അതിൽ ഫയൽ വരുന്നുണ്ടായിരിക്കാം, അവസാനം വന്നെത്തുന്നത് നമുക്കായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല നൂലാമാലകൾ നമ്മളൊരു പുതിയ സിം കാർഡ് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നു. പക്ഷെ ഇതെല്ലാം ക്ലോസ് ചെയ്ത് തരേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ടെലികോം കമ്പനിക്ക് തന്നെയാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക വിഷയം. ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് കാണണം.
നമ്മൾ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വായിക്കുകയുണ്ടായി. ഛത്തീസ്ഗഡിൽ ഒരു പ്രശ്നമുണ്ടായി. അറിഞ്ഞു കാണും. എന്താണെന്ന് വേണമെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം. ഒരു രജിത് പട്ടിഹാറിന്റെ നമ്പർ കിട്ടിയത് ഛത്തീസ്ഗഡിലെ ഒരു യുവാവിനാണ്. അങ്ങനെ ആ നമ്പർ കിട്ടിയ വ്യക്തിയിലേക്ക് കോളുകൾ ചെന്നത് ആരുടെയൊക്കെയാണെന്നറിയാമോ? വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് താരങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ കോളുകളാണ് ആ വ്യക്തിക്ക്, ആ യുവാക്കൾക്ക് ചെന്നെത്തിയത്. അവർക്ക് അത്ഭുതമായി. പിന്നെ വിരാട് കോഹ്ലിയൊക്കെ വിളിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് അത്ഭുതമായി. സംഭവം ഇതിങ്ങനെയാണ്. മുൻപ് ഈ നമ്പർ ഉപയോഗിച്ചിരുന്ന ആള് എന്ന് പറയുന്നത് ഈ വിരാട് കോഹ്ലിയുടെയും ഒക്കെ ഒരു ഔദ്യോഗികമായ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ നമ്പർ എങ്ങനെയോ കട്ടായി. റീചാർജ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടോ എങ്ങനെയോ കട്ടായി. ആ നമ്പറിലേക്കാണ് വീണ്ടും ഈ യുവാക്കൾക്ക് ആ നമ്പർ ഇഷ്യൂ ചെയ്യുന്നു ടെലികോം കമ്പനികൾ. യാതൊരു വെരിഫിക്കേഷനോ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇത് ഈ യുവാക്കളുടെ കയ്യിൽ നിന്ന് ആധാർ മാത്രം വെരിഫിക്കേഷൻ ചെയ്ത് മുൻപുണ്ടായിരുന്ന സർവീസുകളൊന്നും റദ്ദാക്കാതെ കോൾ സർവീസ് മാത്രം റദ്ദാക്കിക്കൊണ്ട് ടെലികോം കമ്പനി ഈ ഛത്തീസ്ഗഡിലെ യുവാക്കൾക്ക് ഈ സിം കാർഡ് നൽകിയായിരുന്നു. സ്വാഭാവികമായും കോളുകൾ അതിൽ വരുമ്പോൾ നമുക്കായിരിക്കും കിട്ടുന്നത്, അല്ല ആ യുവാക്കൾക്കായിരിക്കും കോൾ റിസീവ് ചെയ്യാൻ കഴിയുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിരാട് കോഹ്ലിയുടെയൊക്കെ കോളുകൾ അതിൽ വരുന്നത്. അവസാനം ആ ചെറുപ്പക്കാർ തിരിച്ച് ടെലികോം കമ്പനിക്ക് ആ സിം കാർഡ് നൽകുകയായിരുന്നു. അങ്ങനെയുള്ള പല വിഷയങ്ങളുമുണ്ട്. ആ നമ്പർ കിട്ടിയ ആളുകൾ വളരെ സന്തോഷത്തിലാണ്. വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഈ പട്ടിതാരെന്ന് കരുതി ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. അവര് അവസാനം പറയുകയുണ്ടായി, ഞങ്ങൾ പട്ടിദാരല്ല, ഞങ്ങൾ ഛത്തീസ്ഗഡിലെ യുവാക്കളാണ്, ഞങ്ങൾ പുതിയതായി ഈ നമ്പർ എടുത്തതാണ് എന്ന് പറഞ്ഞു. അവസാനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ, വിളികളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആണ് ടെലികോം കമ്പനിയിലേക്ക് ഈ നമ്പർ തിരികെ കൊടുത്തത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ, ഇതിന് സമാനമായ കാര്യങ്ങൾ നമുക്ക് നടന്നുകൂടായികയില്ല. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും നടന്നുകൂടായികയില്ല. പല നമ്പറുകളും മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുടെ നമ്പറിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും നമ്പർ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പല പല വിഷയങ്ങളാണുള്ളത്. അപ്പൊ പല ആൾക്കാർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവാം. ആരും ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലരെങ്കിലും ഈ നമ്പർ തിരികെ സറണ്ടർ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലർ ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന വ്യക്തികളെ വിളിച്ച് ഞങ്ങൾ ഈ വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്, നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇതിൽ ടെലികോം കമ്പനികൾ കാണിക്കുന്നത് ഇങ്ങനെയുള്ള സർവീസുകളൊന്നും റദ്ദ് ചെയ്യാതെയാണ്, യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ഈ നമ്പറുകൾ മറ്റുള്ളവർക്ക് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള ഒരു ഗുരുതരമായ വിഷയമാണ് ഇവിടെ നടക്കുന്നത്. അതായത് 1 മാസമോ 2 മാസമോ റീചാർജ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്പർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് മറ്റു മുൻപ് ഉണ്ടായിരുന്ന സർവീസുകളൊന്നും തന്നെ കട്ട് ചെയ്യാതെ ആ നമ്പർ മറ്റൊരാൾക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുകയാണ് ഈ ടെലികോം കമ്പനികൾ ചെയ്യുന്നത്. വളരെ ക്രൂരമായ ഒരു സംഭവമാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവരെ തീർത്തും വെട്ടിലാക്കുന്ന ഒരു സംഭവമാണ്. അത് സംഭവിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ഇത്രമാത്രം ഗുരുതരമായിരുന്നു ഈ വിഷയം എന്ന്. എന്തായാലും അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ്, വേറൊരാൾക്ക് നമ്പർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ നമ്പർ മുൻപ് ഉപയോഗിച്ചിരുന്ന ആളുകൾ ഏതെല്ലാം ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈ നമ്പർ ഉപയോഗിച്ച് ഏതെല്ലാം ആപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം സർവീസിൽ നിന്ന് റദ്ദ് ചെയ്യപ്പെടുകയാണ് ടെലികോം കമ്പനികൾ ചെയ്യേണ്ടത്. എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് ഈ നമ്പറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കൂടി ടെലികോം കമ്പനികൾ കാണിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എങ്കിൽ മാത്രമേ അതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം സംഭവിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചെയ്യാവുന്ന ചില ടിപ്പുകൾ ഞാൻ പറയാം. നമുക്ക് വാട്സപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ കളഞ്ഞു പോയാൽ മറ്റൊരു ഫോണിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഒക്കെ ഇട്ട് ലോഗിൻ ചെയ്താൽ നമ്മുടെ വാട്സപ്പുകളും എല്ലാം തന്നെ തിരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആ വാട്സപ്പ് കളഞ്ഞുപോയ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാതിരിക്കുക. അതിൽ വാട്സപ്പിൽ തന്നെ സൗകര്യങ്ങളുണ്ട് നമ്പർ ചേഞ്ച് ചെയ്യാനും
ചേഞ്ച് ചെയ്യാതെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ നമുക്കിനി അത് വാട്സപ്പ് വേണ്ട എന്ന് വെക്കാനും ഉള്ള സൗകര്യം വാട്സപ്പിലുണ്ട്. ആ സൗകര്യം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വാട്സപ്പിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന നമ്പർ ലോഗൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്യാനോ ഉള്ള സൗകര്യം വാട്സപ്പ് തരുന്നുണ്ട്. പക്ഷെ അതാരും കാണുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഉപേക്ഷിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്പർ നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ വാട്സപ്പിൽ നിന്ന് നമ്മൾ ലോഗൗട്ട് ആവുക അല്ലെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്യുക. നമ്മൾ പുതിയ നമ്പർ എടുത്തിട്ട് ആ നമ്പറിലേക്ക് മാറുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് അതാണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്പുകളിൽ നിന്നും ലോഗൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പറ്റിയ മാർഗം എന്ന് പറയുന്നത്. ഗൂഗിൾ പേ ഒക്കെ പിന്നെ സിം കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ അതിൽ ഓപ്പൺ ആകുമ്പോൾ മറ്റുള്ള ആപ്പിൽ നിന്ന് നമ്മുടെ വിവരങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ വരെ ചോർന്നു പോകും എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സ്വന്തം നമ്പറിൽ തന്നെ ഉപയോഗിക്കുക. നമ്പർ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായിരിക്കും ഉപയോഗിക്കുന്നവരുടെയും സേഫ്റ്റി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഇഷ്യൂകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു വിഷയം തള്ളിക്കളയാതിരിക്കുക. ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ സ്വന്തം നമ്പറിൽ മാത്രം ഉപയോഗിക്കുക. വാട്സപ്പ് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്താൽ നമ്മൾ അതിന്റെ ഉത്തരവാദികളായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. എന്തായാലും ടെലികോം കമ്പനികൾ ഇതിനൊക്കെ ഒരു പരിഹാരം അവർ നേരിട്ട് കണ്ടെത്തേണ്ടതാണ് എന്ന് ടെലികോം കമ്പനികൾ അറിയട്ടെ. എന്തായാലും നമ്മൾ ചില ഇഷ്യൂകളിൽ ചെന്ന് പെടാതിരിക്കാൻ മുൻകരുതൽ എടുക്കേണ്ടതാണ്. അപ്പോൾ നമസ്കാരം.